നമസ്കാരം സുഹൃത്തുക്കളെ, നമുക്ക് ഇംഗ്ലീഷിലെ ടെൻസുകളെ കുറിച്ച് ലഘുവായിട്ട് ഒന്ന് പഠിച്ചാലോ? ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നവർക്ക് ഏറ്റവും അധികം ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയാണ് ടെൻസ്, കാലം. വളരെ ലഘുവായിട്ട് നമുക്ക് ആ ടോപ്പിക് പഠിക്കാൻ ശ്രമിക്കാം. നമുക്കെല്ലാവർക്കും അറിയാം എന്നുള്ളതുപോലെ ഇംഗ്ലീഷ് ഭാഷയിൽ 12 ടെൻസുകളുണ്ട്. പ്രധാനമായിട്ടും 3 ടെൻസുകൾ. ആ 3 ടെൻസുകളിൽ ഓരോന്നിനും 4 വകഭേദങ്ങൾ. അങ്ങനെ 3 × 4 12 ടെൻസുകൾ. ആകെ 3 പ്രധാനപ്പെട്ട ടെൻസുകൾ. പ്രസന്റ് ടെൻസ്, നമുക്കറിയാം, വർത്തമാനകാലം എന്ന് മലയാളത്തിൽ പറയും പ്രസന്റ് ടെൻസ്. രണ്ടാമത്തേത് പാസ്റ്റ് ടെൻസ്, അതായത് ഭൂതകാലം, കഴിഞ്ഞ കാലം, പാസ്റ്റ്, കഴിഞ്ഞുപോയ കാലം. അടുത്തത് ഫ്യൂച്ചർ ടെൻസ്, ഭാവി കാലം, ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് ഫ്യൂച്ചർ ടെൻസ്. പ്രസന്റ് ടെൻസ് ഇപ്പോൾ നമ്മുടെ വർത്തമാനകാലത്ത് നാം സംസാരിക്കുന്ന കാലഘട്ടത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാൻ. പാസ്റ്റ് ടെൻസ് കഴിഞ്ഞുപോയ കാര്യങ്ങളെ സൂചിപ്പിക്കാൻ. ഫ്യൂച്ചർ വരാൻ പോകുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാൻ. ഇനി ഈ ഓരോ ടെൻസിലും 4 വകഭേദങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് പ്രസന്റ് ടെൻസിനെ കുറിച്ച് പഠിക്കാം. പ്രസന്റ് ടെൻസിൽ 4 ടെൻസുകളുണ്ട്, 4 ഉപടെൻസുകളുണ്ട്. സിമ്പിൾ പ്രസന്റ് ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. നമുക്കൊന്നുകൂടെ പറയാം. പ്രസന്റ് ടെൻസിൻ്റെ വകഭേദങ്ങൾ: സിമ്പിൾ പ്രസന്റ് ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇതിൽ ആദ്യത്തേത് സിമ്പിൾ പ്രസന്റ് ടെൻസ്. എന്താണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാം. ബാക്കിയുള്ള ഓരോ ടെൻസും നമുക്ക് ഓരോ ചെറിയ വീഡിയോ ആയി പഠിക്കാം. ആദ്യമായി സിമ്പിൾ പ്രസന്റ് ടെൻസ്. ആ വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. എല്ലാ ടെൻസുകളിലും വെച്ച് ഏറ്റവും സിമ്പിളായിട്ടുള്ള ടെൻസാണ് ഈ സിമ്പിൾ ടെൻസ് എന്ന്. അതായത് പ്രസന്റ് ടെൻസിൽ വരുമ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസിൽ വരുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസിൽ വരുമ്പോൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. അങ്ങനെ സിമ്പിൾ ആയിട്ട് വരുന്ന 3 ടെൻസുകൾ വളരെ സിമ്പിളാണ്. അപ്പോൾ പ്രസന്റ് സിമ്പിളിനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഈ ടെൻസ് എവിടെയൊക്കെയാണ് പ്രയോഗിക്കുന്നത് എന്ന് പഠിക്കുന്നതിന് മുമ്പ് ഈ ടെൻസിലെ വാക്യത്തിൻ്റെ ഘടന, സ്ട്രക്ചർ ഒന്ന് പഠിക്കുന്നത് നന്നായിരിക്കും. അതായത് സ്ട്രക്ചറും വളരെ സിമ്പിളാണ്. ആദ്യം സബ്ജക്റ്റ് എഴുതണം, രണ്ടാമത് വെർബിൻ്റെ പ്രസന്റ് ടെൻസ് രൂപം, മൂന്നാമത് ഓബ്ജക്റ്റോ കോംപ്ലിമെൻറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതണം. എന്താണ് ഓബ്ജക്റ്റ്, എന്താണ് കോംപ്ലിമെൻറ്റ് എന്നതിനെക്കുറിച്ച് വിശദമായിട്ട് പിന്നീട് പറയാം. അപ്പോൾ സബ്ജക്റ്റ്, വെർബ്, ഓബ്ജക്റ്റ്, SVO എന്ന് പറയും. ആദ്യം സബ്ജക്റ്റ് എഴുതണം, പിന്നെ വെർബ്. ആ വെർബിനെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. പ്രത്യേകിച്ച് ആദ്യമായിട്ട് ടെൻസ് പഠിക്കുമ്പോൾ ചില പ്രത്യേക കാര്യങ്ങൾ പഠിക്കാനുണ്ട്. വെർബിൻ്റെ സാധാരണ രൂപം, പ്രസന്റ് ടെൻസ് രൂപമാണ് ഇവിടെ എഴുതുന്നത്. അതായത് സബ്ജക്റ്റ് ഏകവചനമാണെങ്കിൽ വെർബും ഏകവചനമായിരിക്കും. സബ്ജക്റ്റ് ബഹുവചനമാണെങ്കിൽ വെർബും ബഹുവചനമായിരിക്കും. സബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം വെർബിൻ്റെ ഏകവചന രൂപം, ബഹുവചന രൂപം എന്നിവയെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. ഒരു വെർബിൻ്റെ സാധാരണ രൂപം എന്ന് പറയുന്നത് തന്നെയാണ് അതിൻ്റെ ബഹുവചന രൂപവും. EAT, ഈറ്റ്, ഭക്ഷിക്കുക, തിന്നുക. അത് ഒരു വെർബിൻ്റെ അടിസ്ഥാന രൂപമാണ്, ബേസ് ഫോമാണ്, റൂട്ട് ഫോം എന്ന് പറയും, മൂലരൂപം എന്ന് പറയും. അതേ രൂപം തന്നെയാണ് ബഹുവചനമായിട്ടും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈറ്റ് എന്ന് പറഞ്ഞാൽ വെർബിൻ്റെ അടിസ്ഥാന രൂപവുമാണ്, വെർബിൻ്റെ ബഹുവചന രൂപവുമാണ്. ഈ വെർബിനെ സിംഗുലാറാക്കണമെങ്കിൽ, ഏകവചനമാക്കണമെങ്കിൽ ഇതിനോട് എസ് ചേർക്കണം. ചില വെർബിനോട് ES ചേർക്കണം. അപ്പോൾ ഈറ്റ് എന്ന വെർബിൻ്റെ ഏകവചനം ഈറ്റ്സ്, EATS, എസ് ചേർത്താൽ മതി. PLAY, പ്ലേ, കളിക്കുക, ബഹുവചന രൂപമാണ്, അടിസ്ഥാന രൂപവുമാണ്. ഇതിൻ്റെ ഏകവചന രൂപം പ്ലേസ്, PLAYS, പ്ലേസ്. RUN, റൺ, ഓടുക, പ്രസന്റ് ടെൻസ് ഫോമാണ്, ബഹുവചന രൂപമാണ്, അടിസ്ഥാന രൂപവും അതുതന്നെയാണ്. ഇതിൻ്റെ ഏകവചന രൂപം റൺസ്, RUNS, റൺസ്. ചില വെർബുകൾ ചെറിയ മാറ്റങ്ങൾ വരും. വെറും എസ് മാത്രം ചേർത്താൽ പോരാ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ CRY, ക്രൈ, ക്രൈ, കരയുക. ഈ വെർബിൻ്റെ ബേസ് ഫോമും ബഹുവചന രൂപവും ക്രൈ തന്നെയാണ്. ഇതിൻ്റെ ഏകവചന രൂപം കിട്ടാൻ എസ് ചേർക്കണം. അപ്പോൾ CRY അതിനോട് എസ് ചേർക്കുമ്പോൾ വെറുതെ എസ് ചേർത്താൽ പോരാ,
വൈ എന്ന അക്ഷരം മാറ്റിയിട്ട് പകരം IES ചേർക്കണം. ക്രൈസ്, CRIES, ക്രൈസ്. അത് ക്രൈയുടെ ഏകവചന രൂപം. സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. ഒരു വെർബിൽ യെസ് ചേർക്കുമ്പോൾ അതിൻ്റെ ഏകവചന രൂപം കിട്ടും. യെസ് ചേരാത്ത ക്രിയ ബഹുവചന രൂപമാണ്. അപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് എഴുതുമ്പോൾ സബ്ജക്റ്റ് ഏകവചനമാകുമ്പോൾ യെസ് ചേർത്ത ക്രിയ എഴുതണം. സബ്ജക്റ്റ് ബഹുവചനമാകുമ്പോൾ യെസ് ചേരാത്ത വെർബും എഴുതണം. ഇത്രയും ഭംഗിയായിട്ട് മനസ്സിൽ പഠിച്ചു വയ്ക്കുക. ഇനി നമുക്ക് സബ്ജക്റ്റിനെ കുറിച്ച് ചിന്തിക്കാം. സബ്ജക്റ്റിലെ ഏകവചനം, സബ്ജക്റ്റിലെ ബഹുവചനം. സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പ്രോനൗൺസ്, സർവനാമങ്ങൾ, ഞാൻ, നീ, അവർ, അവൻ, അവൾ ഇങ്ങനെ പറയുന്നതിൽ ചില വാക്കുകൾ, ചില പ്രോനൗൺസ് ഏകവചനമാണ്, ചില പ്രോനൗൺസ് ബഹുവചനമാണ്. മറ്റുള്ള സബ്ജക്റ്റ് നമുക്കത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഏകവചനമാണോ ബഹുവചനമാണോ. ഇപ്പോൾ ഒരാളിനെക്കുറിച്ച്, ഒരാളിൻ്റെ പേരോ ഒരാളിനെക്കുറിച്ചോ പറയുമ്പോൾ അത് ഏകവചനത്തിലുള്ള സബ്ജക്റ്റാണ്. ഒന്നിൽ കൂടുതൽ ആളുകളെക്കുറിച്ച് പറയുമ്പോൾ അത് ബഹുവചനമായിട്ട് മാറും. അപ്പോൾ I, we, you, he, she, it, they ഇത്രയുമാണ് പ്രോനൗൺസ് എന്ന്, പേഴ്സണൽ പ്രോനൗൺസ് എന്ന് പറയുന്നത്. ഈ പേഴ്സണൽ പ്രോനൗൺസിലെ I, we, you, they ഇത്രയും ബഹുവചനമായിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ I എന്ന് പറയുന്നത് ഒരാളാണ്, ഞാൻ മാത്രമാണെങ്കിൽ പോലും അത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ വരുമ്പോൾ ബഹുവചനമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പറയാം. I, we, you, they ഇത്രയും ബഹുവചനമാണ്. ഈ സബ്ജക്റ്റുകളോട് വെർബ് എഴുതുമ്പോൾ ബഹുവചനത്തിലുള്ള ക്രിയ എഴുതണം, യെസ് ചേരാത്ത ക്രിയ എഴുതണം. I eat, ഞാൻ തിന്നുന്നു. They eat, അവർ തിന്നുന്നു. You eat, നിങ്ങൾ തിന്നുന്നു. We eat, ഞങ്ങൾ തിന്നുന്നു. I cry, you cry, we cry, they cry. I play, you play, we play, they play. ഇതാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഇനി പ്രോനൗൺസിൽ ഏകവചനങ്ങൾ ഏതാണെന്ന് നോക്കാം. ഹി, അവൻ, ഷീ, അവൾ, ഇറ്റ്, അത്, ഇത്. പക്ഷികളെയും മൃഗങ്ങളെയും കുറിച്ചൊക്കെ പറയുമ്പോൾ ഇറ്റാണ് ഉപയോഗിക്കുന്നത്. ജീവനില്ലാത്ത വസ്തുക്കളെ പറയുമ്പോഴും ഇറ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹി, ഷീ, ഇറ്റ് ഇവ മൂന്നും ഏകവചനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവ സബ്ജക്റ്റായിട്ട് വരുമ്പോൾ സിംഗുലാർ വെർബ് ഏകവചന ക്രിയയാണ് ഉപയോഗിക്കുന്നത്, അതായത് യെസ് ചേർന്ന ക്രിയ. ഹി ഈറ്റ്സ്, അവൻ തിന്നുന്നു. ഷീ റൈറ്റ്സ്, അവൾ എഴുതുന്നു. ഇറ്റ് റൺസ്, അത് ഓടുന്നു. ഇങ്ങനെയെല്ലാം പറയാം. ഹി, ഷീ, ഇറ്റ് തുടങ്ങിയ ഈ സിംഗുലാർ പ്രോനൗൺസ് കൂടാതെ ഏകവചനത്തിലുള്ള ഏത് നൗൺ സബ്ജക്റ്റായിട്ട് വന്നാലും ഇതേപോലെ വെർബ് സിംഗുലാർ തന്നെ ആയിരിക്കണം, യെസ് ചേർന്ന സിംഗുലാർ വെർബ്. മോഹൻ പ്ലേസ്, മോഹൻ കളിക്കുന്നു. താര സ്ലീപ്സ്, താര ഉറങ്ങുന്നു. ദ ബോയ് ജംപ്സ്, ആ ആൺകുട്ടി ചാടുന്നു. സബ്ജക്റ്റ് ബഹുവചന നാമങ്ങളാണെങ്കിൽ വെർബും ബഹുവചനത്തിലായിരിക്കും. ബേർഡ്സ് ഫ്ലൈ, പക്ഷികൾ പറക്കുന്നു. ഡോഗ്സ് ബാർക്ക്, പട്ടികൾ കുരയ്ക്കുന്നു. ദ ബോയ്സ് പ്ലേ ഫുട്ബോൾ, ആ ആൺകുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നു. ദ ഗേൾസ് ഡാൻസ്, പെൺകുട്ടികൾ നൃത്തം ചെയ്യുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് വാക്യങ്ങൾ ഉപയോഗിക്കുക എന്നതാണ്. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നാം പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് പറയേണ്ടത്. പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ, പതിവായി ചെയ്യുക എന്ന് പറഞ്ഞാൽ ദിവസേന ചെയ്യണമെന്നില്ല. ഇടവിട്ട സമയങ്ങളിലായാലും ഇടവിട്ട ദിവസങ്ങളിലായിട്ടും നമ്മുടെ പൊതുവെ ഒരു റൂട്ടീൻ, നമ്മുടെ ഒരു പതിവ്, ഒരു ഹാബിച്വൽ ആക്ഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഹാബിച്വൽ ആക്ഷൻ, നമ്മുടെ പതിവായ കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഐ ഗോ ടു സ്ലീപ്പ് അറ്റ് 8 o'clock, ഞാൻ 8 മണിക്കാണ് ഉറങ്ങാൻ പോകുന്നത്. ഐ ഗോ ടു ചർച്ച് എവറി സൺഡേ, ഞാൻ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകും. അത് ഒരു റെഗുലർ ആക്ടിവിറ്റിയാണ്. ഷീ ഗോസ് ടു കോളേജ് ബൈ ബസ്, അവൾ കോളേജിൽ പോകുന്നത് ബസ്സിലാണ്. വി ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്, നമ്മൾ പ്രഭാതത്തിൽ നേരത്തെ ഉണർന്നെഴുന്നേൽക്കും. അടുത്തൊരു സാഹചര്യം, എപ്പോഴും സത്യമായിട്ടുള്ള ചില കാര്യങ്ങൾ, ചില പ്രസ്താവനകൾ സൂചിപ്പിക്കാൻ ഈ ടെൻസ് ഉപയോഗിക്കും, അതായത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഡോഗ്സ് ബാർക്ക്, പട്ടികൾ കുരയ്ക്കുന്നു. ഇതിൻ്റെ അർത്ഥം
പട്ടികൾ കുരയ്ക്കാറുണ്ട് എന്നാണ്. ഇതൊരു സത്യമായ പ്രസ്താവനയാണ്. പട്ടികൾ കുരയ്ക്കും, അതൊരു വാസ്തവമായ കാര്യമാണ്. ഇനി മറ്റൊരു വാക്യം പറഞ്ഞാൽ എ കൗ ഹാസ് 4 legs. ഒരു പശുവിന് 4 കാലുകളുണ്ട്. ഈ വാക്യം ഒരു ഫാക്റ്റാണ്, ഒരു സത്യമായ പ്രസ്താവനയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹാസ് എന്ന വെർബ് മെയിൻ വെർബായിട്ടാണ്. സിംഗുലർ ആയതുകൊണ്ടാണ് ഹാസ്. പ്ലൂറൽ വന്ന ഹാവ് എന്ന് പറയേണ്ടി വരും. കൗസ് ഹാവ് 4 legs. എ കൗ ഹാസ് 4 legs. കൗസ് ഹാവ് 4 legs. ഒരു പശുവിന് 4 കാലുണ്ടെന്ന് പറയാൻ എ കൗ ഹാസ് 4 legs. പശുക്കൾക്ക് 4 കാലുകളുണ്ട് എന്ന് പറയാൻ കൗസ് ഹാവ് 4 legs. മനസ്സിലായല്ലോ? ഹാസ് ഏകവചനമാണ്, ഉണ്ട് എന്ന അർത്ഥത്തിൽ. ഹാവ് ബഹുവചനമാണ്. ഇനി സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു സാഹചര്യം യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറയും. പ്രപഞ്ച സത്യങ്ങൾ പ്രസ്താവിക്കാൻ ഈ ടെൻസ് ഉപയോഗിക്കുന്നു. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ഭംഗിയായി മനസ്സിലാകും. സൂര്യൻ കിഴക്കുദിക്കുന്നു. ഇതൊരു യൂണിവേഴ്സൽ ട്രൂത്താണ്, പ്രപഞ്ച സത്യമാണ്. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. റൈസസ് ഉദിച്ചുയരുന്നു. RISE റൈസ് എന്ന വേർബിന് 2 അർത്ഥങ്ങളുണ്ട്. ഒന്ന് നമ്മൾ എഴുന്നേൽക്കുക, മറ്റൊന്ന് സൂര്യൻ ഉദിക്കുന്നതിനും ഈ റൈസ് എന്ന വേർബ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ദ സൺ റൈസസ്, സൂര്യൻ ഉദിക്കുന്നു, ഉദിച്ചുയരുന്നു. ഇൻ ദ ഈസ്റ്റ്, കിഴക്ക് ഭാഗത്ത്, കിഴക്കിൽ. മറ്റൊരു പ്രപഞ്ച സത്യം, ദി എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ. ഭൂമി സൂര്യന് ചുറ്റും വലം വയ്ക്കുന്നു, കറങ്ങി സഞ്ചരിക്കുന്നു. റിവോൾവ്സ്, കറങ്ങി സഞ്ചരിക്കുന്നു. ദ സോളാർ സിസ്റ്റം ഹാസ് 8 planets. ഇവിടെയും ഹാസ്. സോളാർ സിസ്റ്റത്തിൽ 8 പ്ലാനറ്റുകളുണ്ട്, 8 ഗ്രഹങ്ങളുണ്ട്. ഇനി മറ്റൊരു സാഹചര്യം കൂടെ ഉണ്ട് സിമ്പിൾ പ്രസന്റ് ടെൻസ് പറയുന്നത്. ദൃക്സാക്ഷി വിവരണത്തിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മെസ്സി ടേക്സ് ദ ബോൾ ആൻഡ് ഹി റൺസ് ടുവേർഡ്സ് ദ പെനാൽറ്റി ബോക്സ് ആൻഡ് കിക്സ് ദ ബോൾ ഇൻടു ദ ഗോൾ പോസ്റ്റ്. മെസ്സി ബോൾ എടുക്കുന്നു, പെനാൽറ്റി ഏരിയയിലേക്ക് ഓടുന്നു, ഗോൾ പോസ്റ്റിനകത്തേക്ക് ബോൾ കിക്ക് ചെയ്യുന്നു. ഇത് ഒരു ദൃക്സാക്ഷി വിവരണമാണ്. അപ്പോൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ അതേപടി അവതരിപ്പിക്കാൻ വേണ്ടി ഈ ടെൻസ് ഉപയോഗിക്കാറുണ്ട്, സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാറുണ്ട്. ഇനി വേറെയും ചില സാഹചര്യങ്ങളുണ്ട്. അതിൽ ഒരെണ്ണം കൂടെ ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. സമീപ ഭാവിയിൽ, നിയർ ഫ്യൂച്ചറിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്ലാൻ നടത്തിയിട്ടുണ്ടെങ്കിൽ, ഒരു പദ്ധതി പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്കിൽ ആ പ്ലാൻ അവതരിപ്പിക്കുന്നതിന് വേണ്ടി, പ്രസ്താവിക്കുന്നതിന് വേണ്ടി, ആ പദ്ധതി പ്രസ്താവിക്കുന്നതിന് വേണ്ടി സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കും. ഐ ഗോ ടു ഡൽഹി നെക്സ്റ്റ് വീക്ക്. അടുത്ത ആഴ്ച ഞാൻ ഡൽഹിയിൽ പോകുന്നു. അതൊരു നിയർ ഫ്യൂച്ചർ പ്ലാൻ ആണ്, സമീപ ഭാവിയിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പദ്ധതി. ഐ ഗോ ടു ഡൽഹി നെക്സ്റ്റ് വീക്ക്. ഇത്രയും പറഞ്ഞതിൽ നിന്ന് സിമ്പിൾ പ്രസന്റ് ടെൻസ് വാക്യത്തിൻ്റെ സ്ട്രക്ചറും അവ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഉപയോഗിക്കുന്നതെന്നും പഠിച്ചു. ഇനി നമുക്ക് 2 കാര്യങ്ങൾ കൂടെ ഈ ടെൻസ് പഠിക്കുമ്പോൾ പഠിക്കാനുണ്ട്. ഒന്ന്, ഈ വാക്യത്തിൻ്റെ നെഗറ്റീവ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. രണ്ടാമത്, ഈ വാക്യങ്ങളുടെ ക്വസ്റ്റ്യൻ, ചോദ്യം എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. രണ്ടും കൂടെ പഠിച്ചു കഴിയുമ്പോഴേക്ക് തൽക്കാലം ഇന്ന് നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസ് പഠിച്ച് അവസാനിപ്പിക്കാം. സിമ്പിൾ പ്രസന്റ് ടെൻസിൻ്റെ നെഗറ്റീവ് വാക്യങ്ങൾ എഴുതാനും ക്വസ്റ്റ്യൻസ് എഴുതാനും ഒരു കാര്യം പ്രധാനമായിട്ടും പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ വെർബിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന രീതി. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ 2 തരത്തിലുള്ള വെർബ്സ് ആണുള്ളത്. യെസ് ചേർന്ന ഏകവചന ക്രിയകൾ സിംഗുലാർ വെർബ്സും യെസ് ചേരാത്ത ബഹുവചന ക്രിയകൾ പ്ലൂറൽ വെർബ്സും. ഇതിൽ യെസ് ചേർന്ന വെർബിനെ DOES ഡസ് ഉപയോഗിച്ചാണ് പിരിക്കുന്നത്. അതായത് EATS ഈറ്റ്സ് എന്ന വെർബിനെ പിരിക്കാൻ പറഞ്ഞാൽ ഡസ് പ്ലസ് ഈറ്റ് എന്ന് പിരിക്കാൻ പറ്റും. ഡസ് പ്ലസ് ഈറ്റ്. പ്ലേസ് ഡസ് പ്ലസ് പ്ലേ. റൺസ് ഡസ് പ്ലസ് റൺ. ജംപ്സ് ഡസ് പ്ലസ് ജംപ്. മനസ്സിലായല്ലോ? ഇനി ബഹുവചന ക്രിയകൾ. ഈറ്റ്, ഡു പ്ലസ് ഈറ്റ്. ഇവിടെ ഈറ്റിനെ ഡു ഉപയോഗിച്ച് പിരിക്കുമ്പോൾ ഡു അധികം ഈറ്റ് എന്ന് തന്നെ എഴുതണം. ഈറ്റിൽ നിന്ന് ഡു പിരിച്ചാലും ഈറ്റ് അതുപോലെ നിലനിൽക്കും. ഡു പ്ലസ് ഈറ്റ് ഈറ്റ് തന്നെയാണ് ബഹുവചന ക്രിയ. മനസ്സിലായല്ലോ? മറ്റൊരു വെർബ് പ്ലേ. ഡു പ്ലസ് പ്ലേ. റൺ, ഡു പ്ലസ് റൺ. സ്ലീപ്പ്, ഡു പ്ലസ് സ്ലീപ്പ്. ഫ്ലൈ, ഡു പ്ലസ് ഫ്ലൈ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ? ഇത്രയും അറിവ് വെച്ചിട്ട് എങ്ങനെയാണ് നെഗറ്റീവ് സെൻറ്റൻസ് ഫോം ചെയ്യുന്നതെന്ന് നോക്കാം. നെഗറ്റീവ് സെൻറ്റൻസ് ഫോം ചെയ്യാൻ വളരെ എളുപ്പമാണ്. നാം ഇപ്പോൾ പഠിച്ച ഈറ്റ്സ്
ഡസ് പ്ലസ് ഈറ്റിൻ്റെ മധ്യത്തായിട്ട് നോട്ട് ചേർത്താൽ മതി. ഡസ് കഴിഞ്ഞിട്ട് നോട്ട് ചേർത്താൽ നെഗറ്റീവ് കിട്ടും. ഡസ് നോട്ട് ഈറ്റ്, ഡസ് നോട്ട് ഈറ്റ്. ഈ ഈറ്റ്സ് എന്നത് സിമ്പിൾ പ്രസൻറ്റൻസിലുള്ള ഒരു പോസിറ്റീവ് വാക്യമാണ്, ഒരു അഫർമേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയും. അതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസ് നോട്ട്, വെർബിനെ പിരിച്ച് ഡു അല്ലെങ്കിൽ ഡസ്സിനും വെർബിനും ഇടയ്ക്ക് നോട്ട് ചേർത്താൽ മതി. ഹീ ഈറ്റ്സ്, അവൻ തിന്നുന്നു. ഹീ ഡസ് നോട്ട് ഈറ്റ്, അവൻ തിന്നുന്നില്ല. ഷീ ഡാൻസസ്, അവൾ നൃത്തം ചെയ്യുന്നു. ഷീ ഡസ് നോട്ട് ഡാൻസ്, അവൾ നൃത്തം ചെയ്യുന്നില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഡസ് പിരിച്ചു കഴിഞ്ഞാൽ പിന്നെ വേർബിനോട് എസ് ചേർക്കരുത്. ആ എസിന് പകരമാണ് നമ്മൾ ഡസ് ഇങ്ങ് പിരിച്ചു മാറ്റിയത്. അത് വളരെ ശ്രദ്ധിക്കണം. അബദ്ധത്തിന് ഡസ് നോട്ട് ഡാൻസസ് എന്ന് പറയും. അങ്ങനെ ഒരിക്കലും പറയരുത്. ഡാൻസസിനെ പിരിച്ചു കഴിഞ്ഞാൽ ഡസ് നോട്ട് ഡാൻസ് എന്ന് എഴുതിയാൽ മതി, നെഗറ്റീവ് ഫോം. ബേർഡ്സ് ഫ്ലൈ, പക്ഷികൾ പറക്കുന്നു. ഇതിൻ്റെ നെഗറ്റീവ് ഫോം ഫ്ലൈ ആദ്യം പിരിക്കുക, ഡു പ്ലസ് ഫ്ലൈ. അപ്പോൾ ഡു നോട്ട് ഫ്ലൈ. ബേർഡ്സ് ഡു നോട്ട് ഫ്ലൈ, പക്ഷികൾ പറക്കുന്നില്ല. ഡോഗ്സ് ബാർക്ക്, പട്ടികൾ കുരയ്ക്കുന്നു. ഡോഗ്സ് ഡു നോട്ട് ബാർക്ക്, പട്ടികൾ കുരയ്ക്കുന്നില്ല. ദ ബോയ്സ് പ്ലേ ഫുട്ബോൾ. ദ ബോയ്സ് ഡു നോട്ട് പ്ലേ ഫുട്ബോൾ, ആൺകുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നു, ആൺകുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നില്ല. ഷീ സിങ്സ് എ സോങ്, അവൾ ഒരു പാട്ട് പാടുന്നു. നെഗറ്റീവ് സെൻറ്റൻസ്. ഷീ ഡസ് നോട്ട് സിങ് എ സോങ്, അവൾ പാട്ട് പാടുന്നില്ല. ഇത്രയും ഭംഗിയായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ക്വസ്റ്റ്യൻ ഫോം ചെയ്യാനും ഈ മെത്തേഡ് തന്നെയാണ്, അതായത് വെർബിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന മെത്തേഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അവിടെ നോട്ട് എഴുതേണ്ടതേ ഉള്ളൂ. പകരം വെർബിനെ പിരിച്ചു കിട്ടുന്ന ഡു അല്ലെങ്കിൽ ഡസ്സിനെ ആദ്യം എഴുതിയാൽ മതിയാകും. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ഭംഗിയായി മനസ്സിലാകും. ഹി ഈറ്റ്സ്, അവൻ തിന്നുന്നു. ഈറ്റ്സിനെ പിരിച്ചു കിട്ടുന്ന ഡസ്സിനെ ആദ്യം എഴുതിയാൽ ഡസ് ഹി ഈറ്റ് ക്വസ്റ്റ്യൻ മാർക്ക്, അവൻ തിന്നുന്നുണ്ടോ. ഇവിടെയും ശ്രദ്ധിക്കേണ്ടത് ഡസ് പിരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈറ്റ് എന്ന വെർബിനോട് ചേർന്ന് യെസ് എഴുതാൻ പാടില്ല. ഡസ് ഹി ഈറ്റ്, അവൻ തിന്നുന്നുണ്ടോ. ഷീ ഡാൻസസ്, അവൾ നൃത്തം ചെയ്യുന്നു. അവൾ നൃത്തം ചെയ്യുന്നുണ്ടോ എന്ന ചോദ്യം എങ്ങനെ എഴുതാം? ഡാൻസസ് എന്ന വെർബിനെ പിരിച്ച് ഡസ് ആദ്യം എഴുതുക. ഡസ് ഷീ ഡാൻസ് ക്വസ്റ്റ്യൻ മാർക്ക്. ബേർഡ്സ് ഫ്ലൈ, പക്ഷികൾ പറക്കുന്നു. പക്ഷികൾ പറക്കുന്നുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഇവിടെ ഫ്ലൈ ബഹുവചനമല്ലേ, അപ്പോൾ ഫ്ലൈ എന്ന വേർബിനെ ഡു ഉപയോഗിച്ചാണ് പിരിക്കേണ്ടത്. അപ്പോൾ ഡു ആദ്യം എഴുതണം. ഡു ബേർഡ്സ് ഫ്ലൈ, പക്ഷികൾ പറക്കുന്നുണ്ടോ. ദ ബോയ്സ് പ്ലേ ഫുട്ബോൾ, ആൺകുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നു. ഇനി ആൺകുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ, എന്ന ചോദ്യമാക്കണമെങ്കിൽ പ്ലേ എന്ന വേർബിനെ പിരിക്കുമ്പോൾ ഡു കിട്ടും. ഡു ദ ബോയ്സ് പ്ലേ ഫുട്ബോൾ, ആൺകുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നുണ്ടോ. അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഇടാൻ മറക്കരുത്. എഴുതുമ്പോൾ പറയുമ്പോൾ അതിൻ്റെ പ്രശ്നമില്ലല്ലോ, ചോദിക്കുന്ന രീതിയിൽ നിന്ന് തന്നെ അത് ചോദ്യമാണെന്ന് മനസ്സിലാകും. പക്ഷേ എഴുതുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ്റെ അവസാനം നമുക്ക് ക്വസ്റ്റ്യൻ മാർക്ക് എഴുതേണ്ടതായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. ഇനി കൂടുതൽ വാക്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പം ഈ ടെൻസും അത് പ്രയോഗിക്കേണ്ട രീതികളും മനസ്സിലാകും. നമുക്ക് വേണമെങ്കിൽ ഒരു 4-5 സെൻറ്റൻസ് 3 രീതിയിലും കൺവേർട്ട് ചെയ്ത് നോക്കാം. അതായത് അഫർമേറ്റീവ്, സാധാരണ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ള വാക്യം അതിനെ നെഗറ്റീവ് ആക്കാം, അതിനെ ക്വസ്റ്റ്യൻ ആക്കി നോക്കാം. ഞാനൊരു വാക്യം ആദ്യം പറയാം. മൈ സിസ്റ്റർ സിങ്സ് വെൽ, എൻ്റെ സഹോദരി നന്നായി പാടും എന്നാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം. ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ള ഒരു അഫർമേറ്റീവ് പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ഇത് നമുക്ക് നെഗറ്റീവ് ആക്കുന്നത് എങ്ങനെയാണ്? മൈ സിസ്റ്റർ ഡസ് നോട്ട് സിങ് വെൽ, എൻ്റെ സഹോദരി നന്നായിട്ട് പാടുകയില്ല. സിങ്സ് പോസിറ്റീവ്, ഡസ് നോട്ട് സിങ് നെഗറ്റീവ്. ഇനി ഇതിനെങ്ങനെ ക്വസ്റ്റ്യൻ ആക്കാം? ഡസ് മൈ സിസ്റ്റർ സിങ് വെൽ, എൻ്റെ സഹോദരി നന്നായിട്ട് പാടുമോ? ഡസ് മൈ സിസ്റ്റർ സിങ് വെൽ. മനസ്സിലായല്ലോ? മറ്റൊരു വാക്യം. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, സൂര്യൻ കിഴക്കുദിക്കുന്നു. ഇതിനെ നമുക്ക് നെഗറ്റീവ് ആക്കാം. നെഗറ്റീവ് ആക്കുമ്പോൾ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നില്ല എന്ന് പറയുന്നതായിരിക്കുമല്ലോ നല്ലത്. യഥാർത്ഥത്തിൽ സൂര്യൻ കിഴക്കുദിക്കുന്നില്ല എന്ന് പറയാം, പക്ഷേ അതിൻ്റെ ആശയത്തിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നില്ല. നമുക്കെങ്ങനെ പറയാം? ദ സൺ ഡസ് നോട്ട് റൈസ് ഇൻ ദ വെസ്റ്റ്, സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നില്ല. കിഴക്കുദിക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് വാക്യത്തിന് തെറ്റൊന്നുമില്ല കേട്ടോ, ആശയത്തിന് മാത്രമേ തെറ്റുള്ളൂ. വാക്യം നെഗറ്റീവ് കറക്റ്റ് ആയിരിക്കും. ഇനി
ഇതിനെ തന്നെ ചോദ്യമായിട്ട് എങ്ങനെ ചോദിക്കാം? ഡസ് ദ സൺ റൈസ് ഇൻ ദ ഈസ്റ്റ്? സൂര്യൻ കിഴക്കാണോ ഉദിക്കുന്നത് എന്ന് ചോദിച്ചാൽ യെസ് എന്ന ആൻസർ കിട്ടും. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, യെസ് എന്ന ആൻസർ പറയും. ഇനി ഡസ് ദ സൺ റൈസ് ഇൻ ദ വെസ്റ്റ്? സൂര്യൻ പടിഞ്ഞാറാണോ ഉദിക്കുന്നത് എന്ന് ചോദിച്ചാൽ നോ എന്ന ആൻസർ കിട്ടും. രണ്ടും ഒരുപോലുള്ള രണ്ട് വാക്യങ്ങളാണ്. നമുക്ക് ആ ടെൻസിന് മാത്രമേ ഇപ്പോൾ പ്രാധാന്യം കൊടുക്കേണ്ടതുള്ളൂ. ഇനി മറ്റൊരു വാക്യം കൂടെ നമുക്കൊന്ന് പറയാം. എ കൗ ഗിവ്സ് അസ് മിൽക്ക്. ഒരു പശു നമുക്ക് പാൽ തരും. ഇതിനെ എങ്ങനെ നെഗറ്റീവ് ആക്കാം? എ കൗ ഡസ് നോട്ട് ഗിവ് അസ് മിൽക്ക്. ആശയം ശരിയാണോ തെറ്റാണോ നമ്മൾ നോക്കണ്ട. പശു പാൽ തരും, പശു പാൽ തരില്ല എന്നാണ് നമ്മൾ പറയുന്നത്. യഥാർത്ഥത്തിൽ പാൽ തരും. പക്ഷെ അതിൻ്റെ നെഗറ്റീവ് ആക്കാൻ നമ്മൾ നോട്ട് ചേർത്ത സെൻറ്റൻസിനെ മാത്രം നെഗറ്റീവ് ആക്കുന്നതേ ഉള്ളൂ. ആശയം നമുക്ക് പ്രശ്നമല്ല. പശു പാൽ തരില്ല എന്ന് പറഞ്ഞാലും പാൽ തരാതിരിക്കില്ല, അത് തരും. അതവിടെ ഇരുന്നോട്ടെ. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായെന്ന് തോന്നുന്നു. നമ്മൾ വാക്യത്തിൻ്റെ ഘടന മാത്രം ശ്രദ്ധിച്ചാൽ മതി. എ കൗ ഡസ് നോട്ട് ഗിവ് അസ് മിൽക്ക്. ഒരു ചെറിയ വ്യത്യസ്തമായ ഒരു വാക്യം നമുക്ക് നോക്കാം. മൈ ബ്രദർ ഹാസ് എ കാർ. എൻ്റെ സഹോദരന് ഒരു കാറുണ്ട്. ഈ വാക്യത്തിൻ്റെ നെഗറ്റീവ് എങ്ങനെ പറയാമെന്ന് നോക്കാം. ഇവിടുത്തെ മെയിൻ വെർബ് ഹാസ് ആണ്. അപ്പോൾ ഈ ഹാസിനെ എങ്ങനെ പിരിക്കാമെന്ന് അറിയാമോ? കൂടുതലൊന്നും ചിന്തിക്കേണ്ട. യെസിൽ അവസാനിക്കുന്ന ക്രിയയാണ് ഹാസ് എന്ന് അറിഞ്ഞാൽ മാത്രം മതി. ഹാസ് ഏകവചനമാണ്, ഹാവ് ബഹുവചനമാണ്. അപ്പോൾ ഹാസിനെ പിരിക്കുമ്പോൾ ഡസ് പ്ലസ് ഹാവ് എന്നാണ് പിരിക്കേണ്ടത്. അത് വളരെ ശ്രദ്ധിക്കണം. ഹാസ് എന്ന ഏകവചന ക്രിയയെ പിരിക്കുമ്പോൾ ഡസ് പ്ലസ് ഹാവ് എന്ന് വരും. അപ്പോൾ മൈ ബ്രദർ ഹാസ് എ കാറിൻ്റെ നെഗറ്റീവ് ഫോം മൈ ബ്രദർ ഡസ് നോട്ട് ഹാവ് എ കാർ എന്ന് വരും. ഇനി ഈ വാക്യത്തിൻ്റെ ചോദ്യരൂപം ഇൻ്ററോഗേറ്റീവ് ഫോം, ക്വസ്റ്റ്യൻ ഫോം നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻസിന് മറ്റൊരു വാക്കാണ് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ്. മൈ ബ്രദർ ഹാസ് എ കാർ. ഇതിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെ പറയാം? ഹാസിനെ പിരിക്കുമ്പോൾ ഡസ് പ്ലസ് ഹാവ്. അതിലുള്ള ഡസിന് ആദ്യം എഴുതണം. ഡസ് മൈ ബ്രദർ ഹാസ് എ കാർ? എൻ്റെ സഹോദരന് ഒരു കാറുണ്ടോ? ഡസ് യുവർ ബ്രദർ ഹാവ് എ കാർ? നിങ്ങളുടെ സഹോദരന് ഒരു കാറുണ്ടോ? ഡസ് മൈ ബ്രദർ ഹാവ് എ കാർ എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരന് ഒരു കാറുണ്ടോ? ഡസ് യുവർ ബ്രദർ ഹാവ് എ കാർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സഹോദരന് ഒരു കാറുണ്ടോ എന്നാണ്. മനസ്സിലായല്ലോ? തൽക്കാലം സിമ്പിൾ പ്രസന്റ് ടെൻസിനെ കുറിച്ചുള്ള എൻ്റെ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടാകാം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ബോക്സിൽ ഇടുക. ഉറപ്പായിട്ട് ഞാനതിന് മറുപടി നൽകുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ കൂടെ ഞെക്കിയാൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. എൻ്റെ വേഷം മാറിയതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാനിത് പല സമയങ്ങളിലായിട്ട് റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ്. ഇടയ്ക്ക് കുറച്ച് സമയം കാറിനകത്ത് വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അടുത്ത വീഡിയോ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ചായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനെ കുറിച്ചുള്ള എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു, അടുത്ത് പ്രസൻറ്റ് കണ്ടിന്യൂസിനെ കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ളവർ അതും കമൻറ്റ് ബോക്സിൽ ഇടുക. അതെനിക്കൊരു പ്രചോദനമാകും. ഞാൻ സമയം കണ്ടെത്തി എത്രയും വേഗം പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഒരു വീഡിയോ ചെയ്തിടുന്നതാണ്. വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.